നമസ്കാരം. ഏഷ്യാനെറ്റ് കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരത്തിൽ ആംബുലൻസിനകത്ത് ഒരു സെറ്റിട്ട് സ്വന്തം മുതലാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ തെരഞ്ഞെടുപ്പിൽ കുപ്രചരണം നടത്താൻ ഒരു അവസരം ഉണ്ടാക്കിയിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു. രോഗി എടുക്കാൻ പോകുന്ന ആംബുലൻസ് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ പോകുന്നതായിരുന്നു ആ വാർത്ത. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അടച്ചും ആകെ കുത്തിപ്പൊളിച്ചുമുള്ള സ്മാർട്ട് റോഡ് പണി കാരണം രാത്രികാല യാത്ര പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം ദുരിതമാണ് തലസ്ഥാനത്ത്. കുത്തിപ്പൊളിച്ചിട്ട റോഡിലൂടെ കുഴിയിൽ വീഴാതെയുള്ള യാത്ര ഒരു ഭാഗ്യപരീക്ഷണമാണ്. ആംബുലൻസും ഫയർഫോഴ്സും പോലെ അത്യാഹിത ഘട്ടങ്ങളിൽ എത്തേണ്ട വാഹനങ്ങൾ അടച്ച റോഡ് ഏതാണ്, തുറന്ന റോഡ് ഏതാണ് എന്നറിയാതെ അകപ്പെട്ട അവസ്ഥയിലുമാണ്. ഹലോ സാറേ, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വരണ വഴിക്ക് ഒരു രണ്ടിടത്ത് വണ്ടി റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യമായ ഒരാൾ വിളിച്ചാൽ എവിടെയാണെങ്കിലും പറന്നെത്തേണ്ട ആംബുലൻസുകൾക്ക് നഗരത്തിലൂടെയുള്ള ഓട്ടം ഇപ്പോൾ പരീക്ഷണോട്ടമാണ്. അങ്ങോട്ട് നമുക്ക് നേരെ സ്ട്രൈറ്റ് പോകാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ, സെറ്റിട്ടതാണെന്ന് ആരും പറയരുത്. പിന്നെ വ്യാജ വാർത്ത നിർമ്മിക്കാൻ PhD എടുത്തിട്ടുള്ള കുറെ മാപ്രകളെ അടിമക്കണ്ണന്മാരായി കൊണ്ടു നടക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരന്. തലസ്ഥാനത്ത് പ്രചരണത്തിനിടെ ഇറക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കാട്ടാൻ ഒരു അവസരം ഉണ്ടാക്കുകയാണ്. പക്ഷെ വസ്തുത എന്താണ്? സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്തെ റോഡ് വികസനം നടക്കുകയാണ്. അതിൽ ഒരു റോഡാണ് ആംബുലൻസിനെ കയറ്റിക്കൊണ്ടുപോവുകയാണ്. അതായത് മണക്കാട് പോകാൻ വേണ്ടി കിഴക്കേക്കോട്ട വഴി പോകാമായിരുന്നെങ്കിലും ഈ ഗട്ടറുള്ള റോഡ് വഴി തന്നെ ഏഷ്യാനെറ്റിന്റെ ക്യാമറാമാനെ അടുത്തിരുത്തിക്കൊണ്ട് നടത്തിയ നാടകം. എന്നാൽ ഈ റോഡ് നവീകരണങ്ങൾ തലസ്ഥാനത്തിന്റെ പല പ്രദേശങ്ങളിലും നടക്കുന്നുണ്ട്. പല റോഡുകളും വീതി കൂട്ടുന്നുണ്ട്. അത് പൊളിച്ച് അത്യാധുനിക രീതിയിൽ റീടാർ ചെയ്യുന്ന പുതിയ റോഡുകൾ നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ ഒരു റോഡ്, അതായത് ഏഷ്യാനെറ്റിനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഇന്നിപ്പോ ഈ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുത്തു. ഏഷ്യാനെറ്റ് അറിഞ്ഞായിരുന്നു? ആംബുലൻസ് ഇട്ട് സെറ്റിട്ട ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനിടയിൽ ചില യാഥാർത്ഥ്യങ്ങൾ നടപ്പാകുമ്പോൾ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത് ഒരുമാതിരി മറ്റേ പണിയെന്ന് പറയേണ്ടി വരില്ലേ? അപ്പോ ഏഷ്യാനെറ്റിന്റെ കണ്ണിൽപ്പെടാത്തൊരു വാർത്ത, തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു റോഡ്, അതായത് സ്റ്റാച്യു സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്ന് ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റുന്ന റോഡ് ഇതുപോലെ നിർമ്മാണം പൂർത്തീകരിച്ച് ഏതാനും മാസങ്ങൾക്ക് മുന്നെയാണ് ആ റോഡ് ക്ലോസ് ചെയ്തുകൊണ്ട് കുത്തിപ്പൊളിച്ചുകൊണ്ട് തന്നെ അതിനെ പുനർനിർമ്മാണം നടത്തിയിരിക്കുകയാണ്. പുനർനിർമ്മാണം നടത്തുക മാത്രമല്ല, പൂർത്തീകരിച്ച് ഇന്ന് ജനങ്ങൾക്ക് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തു. ഒന്ന് ദൃശ്യം കണ്ടേ. തലസ്ഥാനത്തെ CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാർ, മുൻ നഗരസഭ കുന്നുകുഴി വാർഡ് കൗൺസിലറും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ IP ബിനു സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോ റോഡ് ഇങ്ങനെ തുറന്നു കൊടുത്തത്. റോഡ് തുറന്നുകൊടുത്ത് ഗതാഗത യോഗ്യമാക്കി ജനങ്ങളെ അതുവഴി കടത്തിവിടുമ്പോൾ സ്വാഭാവികമായി കുറ്റപ്പെടുത്തുന്നവർ അതിന്റെ പോസിറ്റീവ് വശം കൂടി ജനങ്ങളോട് പറയണ്ടേ? അതായത് നേരത്തെ ഇതുവഴി എല്ലാം ബുദ്ധിമുട്ടായിരുന്നു, ജനങ്ങൾ അതാ അവിടെ കിടന്ന് നട്ടം തിരിയുന്നു എന്ന് പറഞ്ഞവർ നിർമ്മാണം പൂർത്തീകരിച്ച് നല്ല അന്തസ്സായി പുതിയ അത്യാധുനിക മോഡലിൽ
റോഡ് തുറന്നു കൊടുക്കുമ്പോൾ അത് ജനങ്ങളെ കാണിക്കാതെ മറച്ചു പിടിക്കുന്ന മാധ്യമ പ്രവർത്തനം എന്തെന്നാണ് പേരിട്ട് വിളിക്കേണ്ടത്? ഈ മാപ്രകൾ തന്നെ പറയുന്നത് നല്ലതാണ്. മുതലാളിയുടെ എല്ലിൻ കഷ്ണം വാങ്ങി കഴിച്ചുകൊണ്ട് മുതലാളിക്ക് വേണ്ടി ഇപ്പോൾ തലസ്ഥാനത്ത് പരവതാനി വിരിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ പലതരത്തിലുള്ള സെറ്റിട്ട് വ്യാജ വാർത്തകൾ കണ്ടെത്തുക, വ്യാജ വാർത്തകളിലൂടെ മുതലാളിയെ ജയിപ്പിക്കുക എന്നുള്ള ഉദ്യമവുമായി ഏഷ്യാനെറ്റുകാർ ഓടി നടക്കുമ്പോൾ ഇത്തരം ചില യാഥാർത്ഥ്യങ്ങൾ കൂടെ നഗരത്തിൽ സംഭവിക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ മറച്ചു പിടിച്ചാൽ ജനം അറിയില്ല എന്ന് കരുതരുത്. കാര്യം നിങ്ങൾ കുത്തിത്തിരിപ്പുകാരും ജനം ഗുണഭോക്താവുമാണ്. അവർ അനുഭവിക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടും. അതെ, ഇവിടെ കംപ്ലീറ്റും പെർഫെക്റ്റ് എന്നല്ല. ചില റോഡുകൾ ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അടച്ചിട്ടിട്ടുണ്ട്, കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. അത് ഒരു താൽക്കാലികമായാണ്. പക്ഷെ അതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുതലാളിക്ക് വേണ്ടി വോട്ടുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം ആംബുലൻസ് സെറ്റിട്ട് ഓടിക്കാൻ പോലും മടിക്കാത്തവർ എന്തുകൊണ്ട് ഇത് പറയുന്നില്ല? നിഷ്പക്ഷതയായിരിക്കും. പക്ഷെ ജനം ആ നിഷ്പക്ഷത കണ്ടിരിക്കണം. ഇതാണ് ഇവർ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ പറയില്ലേ, ഈ ഊഞ്ഞാലാട്ടലും ഒരുമിച്ച് നടത്തൂ എന്നുള്ള കാര്യം. അതുകൊണ്ട് ഇത് രണ്ട് ഏഷ്യാനെറ്റ് നടത്തണ്ട, മുതലാളിക്ക് വേണ്ടി സ്വയം അങ്ങ് ഊഞ്ഞാലാടിയാൽ മതി എന്നാണ് പറയാനുള്ളത്. അതായത് എന്തിനു വേണ്ടിയാണോ, അതായത് സദുദ്ദേശത്തോടു കൂടിയാണ് റോഡുകളെല്ലാം നവീകരണത്തിന് വേണ്ടി അടച്ചിട്ടിരിക്കുന്നത്. യുദ്ധകാല അടിസ്ഥാനത്തിൽ അതിന്റെ പണികൾ നടക്കുന്നുണ്ട്. എത്രയും വേഗം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി രാപ്പകലില്ലാതെ പണി ചെയ്യുന്നുണ്ട്. ഇപ്പോ ഈ സ്റ്റാച്യു ജനറൽ ഹോസ്പിറ്റൽ റോഡ് 4.4 കോടി രൂപ ചെലവാക്കിയാണ് ഇപ്പോൾ പുനർനിർമ്മിച്ചിരിക്കുന്നത്. വളരെ അത്യാധുനിക രീതിയിൽ റീടാർ ചെയ്ത് കുറച്ചുകൂടി വീതിയൊക്കെ വരുത്തി നഗരത്തിന് സ്മാർട്ട് ആക്കുന്നതിന്റെ ഭാഗമായി ആ രീതിയിലുള്ള റോഡുകൾ, അതായത് ലോക നിലവാരമുള്ള റോഡുകൾ അവിടെ വരുമ്പോൾ അത് നിങ്ങൾ കാണുകയുമില്ല. പക്ഷേ ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി റോഡ് കുത്തിപ്പൊളിക്കുകയോ അവിടെ ഗതാഗതം തടസ്സപ്പെടുത്തുമ്പോൾ അത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ കണ്ണിന്റെ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. ജനങ്ങളെ നിങ്ങൾക്ക് എത്ര കാലം ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മുതലാളിക്ക് വേണ്ടി പറ്റിക്കാൻ പറ്റും? ആ പണി ചെയ്യുന്നതിനെ ഈ നാട്ടിൽ മാധ്യമ പ്രവർത്തനമൊന്നല്ല, വിടുപണി എന്നും ഷൂ വർക്കുമാണെന്നും മാത്രമേ പറയാനുള്ളൂ എന്ന് ഈ ഉദാഹരണത്തെ ചൂണ്ടിക്കാട്ടി പറയുകയാണ്.